ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെയും പിന്നെ മഞ്ഞുമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്ത പള്ളിയിലുമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെക്കാളും നമ്മുടെ ലാലേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ വീട് നമുക്ക് കണ്ടിട്ട് വന്നാലോ? നമ്മുടെ ലാലേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ എളമക്കരയിലുള്ള വീട്ടിലോട്ടാണ് നമ്മൾ ഇന്ന് ആദ്യം പോകാൻ പോകുന്നത്. അപ്പോൾ ലാലേട്ടൻ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എറണാകുളം വരെ വന്നത് പനമ്പള്ളി നഗറിൽ ഒരു ആളെ മീറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ആരാന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ പിഷാരടി ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞപ്പോൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പിഷാരടി ചേട്ടൻ ഫുഡൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായി. ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായി. അതുകൂടാതെ തന്നെ ഒരു ചിരി ബമ്പർ ചിരിയിലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ ലാലേട്ടൻ്റെ വീട് വരെ പോയി ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന് വെച്ച് അവിടേക്ക് ഇറങ്ങിയത്. കാരണം അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ എളമക്കരയ്ക്ക്. അപ്പോൾ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴയുള്ള കാരണം ചെറിയൊരു പ്രശ്നം ഉണ്ടായി. വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഫോണിലൊക്കെ ചെറുതായിട്ട് മുകളിൽ വെള്ളം തന്നെയുണ്ട്. ഉള്ളിലോട്ട് കയറില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും ചെറിയൊരു ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ലാലേട്ടൻ്റെ വീടിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയാണെന്നാണ് അറിഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട്. ഇത് ലാലേട്ടൻ്റെ വീടല്ലേ? ഉണ്ടാ? കാണാറില്ല. അങ്ങനെ നമ്മൾ ലാലേട്ടൻ്റെ വീട് കണ്ടു. പക്ഷേ ലാലേട്ടൻ ഉണ്ടായില്ല. ലാലേട്ടൻ പുറത്തെവിടെയോ പ്രോഗ്രാമിനെന്തോ പോയേക്കാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ ലാലേട്ടൻ്റെ അമ്മ ഈ വീട്ടിൽ എളമക്കരയിലുള്ള ഈ വീട്ടിലുണ്ടെന്ന് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഞാൻ പണ്ടല്ല ഇപ്പം അടുത്ത് ഒരു ഷൂട്ടിന് വന്നപ്പോൾ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അത് ഞാൻ വീഡിയോയുടെ അവസാനം അങ്ങനെയായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാലേട്ടന് കുണ്ടന്നൂരാണെന്ന് തോന്നണേ വേറൊരു ഫ്ലാറ്റ് ഉണ്ട് പുതിയത്. അപ്പോൾ അവിടെ നമുക്ക് പറ്റണമെങ്കിൽ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ പോയി വീഡിയോ എടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്ത ആ പള്ളിയിലോട്ടാണ്. അപ്പോൾ അവിടേക്ക് ഇവിടെ നിന്ന് കുറച്ച് ഏകദേശം എളമക്കരയിൽ നിന്ന് ഏകദേശം കളമശ്ശേരിയിലായിട്ടാണ് മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം വരുന്നത്. കളമശ്ശേരിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വരണം. അപ്പോൾ അവിടെയായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ നേരെ ഹൈവേ എടുക്കാണ്ട് ഉൾവഴികളാണ് യൂസ് ചെയ്യണേ. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എത്താനാണ് എളമക്കരയിൽ നിന്ന്. അപ്പോൾ ഉൾവഴി നേരെ പോകണമെന്നുണ്ടെങ്കിൽ മഞ്ഞുമലയ്ക്ക് പെട്ടെന്ന് എത്താം. ഇപ്പോൾ ഹൈവേ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ നമ്മളിങ്ങനെ ചുറ്റി കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരു 5:30-6 മണി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ എന്തായാലും നല്ല തിരക്കായിരിക്കും. പിന്നെ ഞാനിപ്പോൾ എടപ്പള്ളി വഴി ഇവിടെ എത്തി കളമശ്ശേരി എത്തിയിട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ പോണ വഴിക്ക് കണ്ടതാണ്. ഒരു റെയിൽവേ പാളത്തിൻ്റെ അടിയിൽ കൂടെ ഒരു അണ്ടർ പാസ്സാണ്, ഒരു ടണൽ പോലെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ളൊരു വഴിയാണ്. ഈ റെയിൽവേ ഗേറ്റ് ഇല്ലാതെ അടിയിൽ കൂടെ പോകാൻ പറ്റണത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്.
നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊരു ചെറിയൊരു ടണൽ പോലെയാണ് ഈ അപ്പുറത്തെ അറ്റം വരെ എത്താനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കുറച്ച് ഇപ്പുറത്തുള്ളവരും രണ്ട് സൈഡിലുള്ളവരും ട്രാഫിക് സിഗ്നൽ പോലെ തന്നെ ചുമപ്പ് ലൈറ്റ് കത്തിക്കും. പച്ച ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും. അങ്ങനെ രണ്ട് സൈഡിലുള്ളവർക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടണൽ സെറ്റ് ചെയ്ത് വെച്ചേണേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്താണെന്ന് അറിയണവരുണ്ടെങ്കിൽ ഈ ടണൽ. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ടെന്നാണ് തോന്നണേ. അപ്പം നമ്മൾ കുറേ വഴി വെച്ചിട്ടാണ് നമ്മളെ പള്ളി കണ്ടിട്ടില്ല ഗൈസ്. ഇനി ഏകദേശം 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കാം. പള്ളിയുടെ അവിടേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞുമ്മൽ പള്ളിയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ സിനിമയും പിന്നെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയും ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ പള്ളിയിലോട്ട് ചെല്ലാം. ഇപ്പോൾ ഇവിടെ പള്ളി പണി നടക്കണ്ടെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. പിന്നെ ഇവിടെ എന്തോ ധ്യാനം ഉണ്ടെന്ന് തോന്നണേ ഈ പന്തലിട്ട് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇതാണ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഷൂട്ട് ചെയ്ത പള്ളി. ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ധ്യാനം അങ്ങനെ എന്തോ നടക്കാൻ പോകുന്നു. ഗൈസ് ശബ്ദം കേൾക്കുന്നുണ്ടോ? മഴയാണ് ഗൈസ്. ഗൈസ് നല്ല പെരുമഴ. ഓടിക്കോ ഗൈസ്. എൻ്റെ ഫോണെല്ലാം ഇന്ന് നനയുന്നു തോന്നണേ. ഓക്കെ ഗൈസ് പോയാ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്ത് നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഷൂട്ട് ചെയ്ത പള്ളി. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഞാൻ വന്ന ദിവസം നല്ല പെരുമഴ ദിവസമാണ്. നിങ്ങൾക്ക് ഈ മഴയുടെ ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പോൾ കണ്ട ഗൈസ് ഇതാണ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഷൂട്ട് ചെയ്ത പള്ളി. അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് ഗൈസ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് അപ്പോൾ അതേ നമ്മൾ ഇത് മഞ്ഞുമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്ത പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്ലബ്ബിൽ പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. നല്ല മഴ കാരണം അവിടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നിൽക്കണേ. ഇവിടെ നല്ല കാറ്റും മഴയാണ്. അപ്പോൾ ഞാൻ മറ്റേ ക്ലബ്ബ് കാണിച്ചു തരണമെന്ന് വിചാരിച്ചതാണ് നിങ്ങളെ. പക്ഷേ നല്ല കാറ്റും മഴ ആയതുകൊണ്ട് ക്ലബ്ബിലേക്ക് ഞാൻ പോകാൻ നിൽക്കണില്ല. ആ ഷൂട്ട് ചെയ്ത സ്ഥലം ഈ പള്ളിയിൽ വെച്ചാണ്. ബാക്കിൽ കാണുന്ന ഞാനിപ്പോൾ കാണിച്ച പള്ളിയിൽ വെച്ചാണ് നമ്മുടെ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന സിനിമയിലും ലാസ്റ്റ് കാണിക്കണില്ല. ആ പള്ളി കാണിക്കണില്ല ഇട്ടിമാണിയിൽ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിൽ. ആ പള്ളിയും ഈ പള്ളി തന്നെയാണ്. മഞ്ഞുമ്മൽ പള്ളിയുടെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഞാൻ ഡിസ്കസ് ഇവിടെ എഴുതി കാണിക്കാം പള്ളിയുടെ പേരെന്താണെന്ന് ഞാൻ നോക്കിയിട്ട്. ഈ പള്ളിയിൽ വെച്ചാണ് ആ 2 സിനിമയും ഷൂട്ട് ചെയ്തത്. വേറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്ലബ്ബ് ബസ്സൊക്കെ വന്നേക്കണത് അവിടെ വന്നിട്ടു. യൂട്യൂബിൽ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിലുള്ള നമ്മുടെ ക്ലബ്ബാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. എന്താ ഒരു ഫുള്ള് രൂപം മാറ്റി നമുക്ക് സൈഡിൽ ഫോട്ടോ കണ്ടാൽ ആ സിനിമയിലെ ഭാഗം കാണാൻ പറ്റും. പിന്നെ അവർ ബസ് വന്നിരിക്കുന്ന ഗൈസ് ബസ് ഇറങ്ങുന്ന സീനൊക്കെ കണ്ട ഗൈസ്. ഇവിടെ ഫുള്ള് മാറ്റുന്നതാണ് ഗൈസ്. അവിടെ നിന്നാണ് ബസ് ഇറങ്ങുന്നത് ഗൈസ്. അതിൻ്റെ അതിൽ കൂടെ കയറി ഒന്ന് ഇതിൽ കൂടെ ഇറങ്ങിപ്പോണ സീനാണ് ഗൈസ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിൽ കാണിക്കുന്നത്. സൗബിൻ ചേട്ടൻ്റെ വീടായിട്ട് മറ്റേ
ആ സിനിമയിൽ കാണിക്കുന്ന വീടാണ് ഗൈസ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വഴിക്കലുണ്ടാവാമോ ഗൈസ്? ഇവിടെ ഇരുന്ന് സീനുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഇവിടെ കുറേ സീനുകൾ പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് സിനിമയിൽ നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്. ഈ വഴിയിലൊക്കെ കുറേ സീനുകളുണ്ട്. സിനിമ എടുത്തത് ബസ് എടുത്തിയോ? കണ്ടിട്ടുണ്ടായി കുറേ ദിവസം ഉണ്ടായോ? സംഭവമാണ് അത് എടുത്തേക്കണത്. ഇവിടെ കുറേ ദിവസം ഉണ്ടായില്ലേ? ഞങ്ങളുടെ അതിൽ ബോയ്സ് ചെക്കൻ്റെ വീട് അതിൻ്റെ ചേട്ടൻ്റെ വീട് പാവം പഴയ വീട് താഴ്ത്ത്. പിന്നെ കല്യാണം കഴിക്കുന്ന ഒരു പാവൊക്കെ ഉണ്ടായി. പെണ്ണിൻ്റെ വീട് അതിന് ഷൗക്കാട്ട് പെണ്ണിൻ്റെ വീട്. ഞങ്ങൾ പോയില്ല. നീല വീടിന്റെ അവിടേക്ക് പോയി. മുകളിൽ തേക്കത്തെ വീട് തേക്കാത്തല്ല ഈ ഇറക്കിറങ്ങുമ്പോൾ തന്നെ. അതിന് ആ രവിന്ന് പറഞ്ഞ ഞാൻ മഴയാണേ പോകാൻ കണ്ടില്ലേ? ഇപ്പം കണ്ടില്ലേ? ഒരെണ്ണം കണ്ട്. പിന്നെ മഴയില്ലാത്ത ദിവസം വരാം. ആ രവിന്ന് പറഞ്ഞിട്ട് ആവശ്യം അവർ ഷൂട്ട് ചെയ്ത വീട് മുകളിൽ. അപ്പോൾ ഞാൻ അധികം കാണിക്കുന്നില്ല, എനിക്ക് വീട്ടിലെത്തേണ്ടതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങിയാണ് ഗൈസ്. പിന്നെ ഒരു ദിവസം വന്ന് കാണിക്കാം. അപ്പോൾ നല്ല മഴയാണ്, എനിക്ക് നന്നായിട്ട് കാണിക്കണം എന്നുണ്ടായി, പക്ഷേ മഴ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.